ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാലത്ത് 6 മണിക്ക് എണീറ്റ് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ നക്ഷത്രം കാണാൻ കേട്ടോ. ലൈറ്റൊന്നും കെടുത്തിയിട്ടില്ല അവിടെ. അപ്പോൾ വെളിച്ചം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്ന് ചെയ്ത് വരുമ്പോഴേക്കും വെളിച്ചമായി തുടങ്ങി. അപ്പം ഞാൻ അടിച്ച് വാരി മുറ്റടിച്ച് എല്ലാ കാര്യങ്ങളും ഒരു ദിവസത്തെ കാര്യങ്ങൾ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളത് മുഴുവനായിട്ടൊന്ന് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനൊക്കെ അമർത്തുക കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ കാണണേ. പിന്നെ അപ്പോൾ ഇങ്ങനെ അടിച്ച് കൂട്ടിയിട്ട് അത് മുഴുവൻ അത്തോളം അടിക്കുമ്പോൾ അത് നീങ്ങില്ല. അപ്പോൾ ഞാനത് അങ്ങോട്ട് എത്തിക്കുക കേട്ടോ. അപ്പോഴേക്കും ഒരു ചട്ട കിടക്കുന്നത് അങ്ങോട്ട് കയറ്റി വെച്ച് ഇവിടെ ഹോളൊന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് അവിടെ തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അടിച്ച് വാരി വൃത്തിയാക്കി നമ്മുടെ ഉമ്മറം അടിച്ചു വാരിടൽ കഴിഞ്ഞു. ഹോളൊന്ന് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമാക്കി പിഴിയേണ്ട അങ്ങനത്തെ സംഭവത്തിൽ ആകുമ്പോൾ നമുക്കത് അമർത്തി എടുത്താൽ വെള്ളം പിഴിഞ്ഞ് പോവും. അപ്പോൾ പിന്നെ നമുക്ക് കൈ കൊണ്ട് തൊടണ്ട. അപ്പം അങ്ങനെ അത് തുടച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് കഴുകി കേട്ടോ. അങ്ങനെ ഞാൻ തുടച്ച് ക്ലീനാക്കി ഉമ്മറം തുടക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഹോള് തുടയ്ക്കാം. അപ്പോൾ ഹോള് തുടയ്ക്കാനായിട്ടായി അത് കഴിഞ്ഞ് അപ്പം ഫാൻ ഇടാനായിട്ട് അവിടെ ഇട്ടതാണ് കേട്ടോ. ഫാൻ അലമാരുടെ ബാക്കിലാണ് ഫാൻ. അവിടെ തുടയ്ക്കാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ മോൻ കെട്ടുന്നറ കഴിഞ്ഞ് മോൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ സംഭവങ്ങൾ അവൾ കസാരം വെച്ചതാണ് കേട്ടോ. ബാഗും ഒക്കെ ഞാനൊന്ന് തുടച്ചെടുത്തതിന് ശേഷം വാഷിംഗ് മെഷീനിലൊന്ന് തിരുമ്പാട് ഇടുന്നുണ്ട്. അപ്പോൾ ലിക്വിഡാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് അതിൽ. അപ്പോൾ അതാ ലിക്വിഡ്, അതിപ്പോൾ നമുക്ക് ഏതാ ലിക്വിഡ് വേണമെങ്കിലും പലതരമുണ്ട്. ഇത് ഗോദ്റേജിൻ്റെ ഒരു ലിക്വിഡാണ്, നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ വേറെ ഒരെണ്ണം പുതിയതോടെ ഉണ്ട്. അപ്പോൾ അതെടുത്ത് അവിടെ വെച്ച് അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോഴേക്കും ഞാൻ എണ്ണ കാച്ചണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ എണ്ണ എടുത്തിട്ട് തലയിൽ തേച്ച് അത് നമുക്ക് നല്ലതാണ്. തല നരയ്ക്കില്ല. എൻ്റെ എത്ര പ്രായമായിട്ടും എനിക്ക് എൻ്റെ തലയൊന്നും അധികം നരച്ചിട്ടില്ല. ഞാൻ വേറെ ഒന്നും ഇതാവണില്ല. ഈ എണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ എണ്ണ തേച്ചതിന് ശേഷം ആഴ്ചയിലൊരിക്കൽ ഈ ചെമ്പരത്തിയുടെ താളി ചൂടുവെള്ളത്തിലിട്ടിട്ട് അതൊന്ന് തിരുമ്പി കഴുകിയതിന് ശേഷം അതിലിട്ട് തിരുമ്പി നമുക്ക് പിഴിഞ്ഞതിന് ശേഷം അത് കൊഴുത്ത് വരും. ചൂടുവെള്ളത്തിൽ നല്ലോണം കൈ കൊണ്ടിട്ടിട്ട് ഞെരടി ആക്കണം. എന്നിട്ട് അത് തലയിൽ തേച്ച് കുളിച്ചു കഴിഞ്ഞു. ഞാൻ പൗഡർ എടുക്കണം കേട്ടോ. അത് സീറ്റാൽക്കാണ് എടുത്തിട്ടുള്ളത് പൗഡർ. അപ്പോൾ അത് പൗഡർ ഇട്ടു. പിന്നെ ഞാൻ കണ്ണൊന്നും എഴുതാറില്ല. കണ്ണട വയ്ക്കണ കാരണം ഞാൻ കണ്ണ് എഴുതാറില്ല കേട്ടോ. അപ്പോൾ ഞാനതൊരു കുങ്കുമം നെറ്റിമേൽ തൊട്ട് പിന്നെ കണ്ണട വെച്ച് കഴിഞ്ഞു. പൊട്ട് തൊടാൻ പോകാൻ കേട്ടോ. പൊട്ട് തൊട്ട് പിന്നെ ചേട്ടൻ അപ്പോഴേക്കും അമ്പലത്തിൽ പോയി വന്ന് പ്രസാദം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രസാദം തൊടുന്നിട്ട് ദേവിയുടെ അമ്പലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഞ്ഞപ്രസാദം, പിന്നെ ചുവന്ന പ്രസാദമുണ്ട്, പിന്നെ വെള്ള പ്രസാദം, അങ്ങനെ 3 തരം പ്രസാദം ഉണ്ട്. അതൊക്കെ തൊട്ട് കുറച്ച് പൂവും തലയിൽ ചൂടി ഞാൻ അടുക്കളയിലേക്ക് ചായ ഉണ്ടാക്കാനൊക്കെ പോകുന്നു കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കി ആൾക്ക് ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ. എനിക്കുള്ള ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് പഞ്ചസാര ഇടണം. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നു. മധുരം വേണം. അങ്ങനെ കുറച്ച് പാലൊഴിച്ചതൊക്കെ കൂട്ടി ഞാൻ ചായ ഉണ്ടാക്കണം. അപ്പോൾ ദോശക്കല്ല് വെച്ചു. ഇനിയിപ്പോൾ അരി തിളപ്പിച്ച് അതിലിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അരി ഇട്ട് തിളച്ച് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് അരി വേവില്ല. അത് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തുറന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം പോണ ആൾ ധൃതി കൂട്ടിയിട്ട് മോൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഞാൻ വേഗം ചട്നി അരച്ച് ദോശ ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ. പിന്നെ ധൃതിയില്ല, പിന്നെ ആയത്തിലുണ്ടാക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കി
ഞാൻ ചട്നി അരയ്ക്കുകയാണ്. ചട്നിയിൽ വറുത്തിട്ടിട്ട് കേട്ടോ. 2 ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാ വറുത്തിട്ട് കറിവേപ്പിൻ്റെ ഇല ഇടട്ടെ. ഫ്രിഡ്ജിൽ കഴുകി വെച്ചുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴുകി കറിവേപ്പിൻ്റെ ഇല ഇട്ട് ചട്നിയിൽ വറുത്തിട്ടു. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചു. നമുക്ക് പയർ അടുപ്പത്ത് വയ്ക്കാം. ഞാൻ എലിശ്ശേരി വയ്ക്കണം. അപ്പം മത്തങ്ങ പയറും എലിശ്ശേരി വയ്ക്കണം കേട്ടോ. അപ്പോൾ മത്തങ്ങ നുറുക്കണു. നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം അത് കഴുകി നമുക്ക് കുക്കറിലിടാം കേട്ടോ. മത്തങ്ങ ചെറുതാക്കി നുറുക്കി അതിൽ കുക്കറിൽ കഴുകിയിടാം കേട്ടോ. പയർ ഇതാ വെന്തു. അപ്പോൾ എന്നിട്ട് അതിൽ നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം പയറിൻ്റെ കൂടെ ഇട്ടു കേട്ടോ. എന്നിട്ട് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അത് വിസിൽ വരുത്തി 2 വിസിൽ വന്നപ്പോൾ നമ്മുടെ മത്തങ്ങ വെന്തുണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ നാളികേരം അതിലരച്ച് ചേർത്തു. അതിനായിട്ട് മുന്നേ ചോറ് വെന്തുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് വാർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വാർക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ആ സ്റ്റൂളുമ്മേൽ അങ്ങനെ ആക്കി വെച്ചു. ഒരു ഗ്ലാസ് വെച്ച് അവിടെ ഇരുന്നു. ക്ലിപ്പ് നാശമായി പോയി. അപ്പോൾ പിന്നെ മേടിച്ചിട്ടില്ല. അത് കാരണമാണ് അപ്പോൾ അങ്ങനെ ഗ്ലാസ് വെച്ചത്. അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് വേഗം കഴുകി വെച്ചു. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് നന്നായി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് ആകെ വൃത്തികേടുള്ളതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ഇതുകൊണ്ട് വടിച്ച് കളഞ്ഞ് നന്നായി തുടച്ചിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഒന്ന് തുടച്ചിട്ടതിന് ശേഷം പിന്നെ വെള്ളം അതിൽ സിങ്കിൽ പോകണില്ല. അപ്പോൾ അതൊന്ന് കുത്തി റെഡിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിൽ പിന്നെ ആകപ്പാട് എല്ലാ സ്ഥലവും ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മോട്ടറിട്ട് വെള്ളം പിടിച്ച് എല്ലാ സ്ഥലവും ഒന്ന് വൃത്തിയാക്കിയിട്ടു. ഇപ്പം മോട്ടർ ഇട്ടു. അപ്പോൾ നേരിട്ട് വെള്ളം വരുന്ന പൈപ്പ് ഓൺ ചെയ്തിട്ടാണ് ഇപ്പോൾ അവിടെയൊക്കെ കഴുകണത് കേട്ടോ. സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പിന്നെ ആ വെള്ളമൊക്കെ കൊണ്ടുപോയി അരി വാർത്ത വെള്ളമൊക്കെ കൊണ്ടുപോയി വെച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി എല്ലാ വശവും തുടച്ച് ക്ലീനാക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നിറച്ചിപ്പോൾ എല്ലാ സ്ഥലവും ഒന്ന് ക്ലീനാക്കി എല്ലാം തുടച്ച് ക്ലീനാക്കി കേട്ടോ. ഇനി അടിയൊന്ന് വെറുതെ ഒന്ന് തുടച്ച് ക്ലീനാക്കാം. അതിന് വേണ്ടിയിട്ട് മറ്റേ കോലെടുത്തിട്ട് ഇതൊന്ന് തുടച്ച് ക്ലീനാക്കണം കേട്ടോ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളികേരം കൂട്ടലും ഉണ്ടോ. അപ്പോൾ മോട്ടർ അടിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ തയ്ച്ചിട്ട് അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞ് നാളികേരം ചിരകി ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ലേശം ജീരകം ഇട്ടിട്ട് കുറച്ച് ജീരകം ഇടാം കേട്ടോ. എന്നിട്ട് അതിൽ അതൊന്ന് മിക്സിയിൽ അരച്ചതിന് ശേഷം നമുക്ക് അതിൽ കൂട്ടി വറുത്തിടാം കേട്ടോ. അപ്പോൾ 2 വിസിൽ വന്നു. അപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് അതിൽ നാളികേരം കൂട്ടി വറുത്തിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പിന്നെ പപ്പടം കാച്ചണം. അപ്പോൾ പപ്പടം കാച്ചി അതിൽ വറുത്തിടണം കേട്ടോ. കടുക് വറുത്തിടണം. അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തെ ഊണ് റെഡിയായി. പപ്പടം, അച്ചാറ്, പുളിയിഞ്ചി, പുളിങ്കറി, എലിശ്ശേരി. ഓക്കെ, താങ്ക് യു.